നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇക്കഴിഞ്ഞ മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. മിന്നൽ പരിശോധനയാണ് നടത്തിയത്. അതിനുശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ കാറ് പ്രവർത്തകർ തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ടായി. EDക്ക് നേരെ കയ്യേറ്റം, ആക്രമണം ഒക്കെ ഉണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ അവരെ ഈ ഒരു കേസിൽ 6 മുതൽ 10 വരെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കിരൺ, അനിൽകുമാർ, ഷരീഫ്, ഹരീഷ് കുമാർ, ദിനീത് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തണം, പ്രതികളുടെ ഗൂഢാലോചന കണ്ടെത്തണം, കൂട്ടുപ്രതികളെ തിരിച്ചറിയണം, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പ്രതികളെ തിരിച്ചറിയണം എന്നീ ആവശ്യങ്ങളായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷയിൽ ഉന്നയിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഈ കേസിലെ ഈ പ്രതികൾക്ക് ജയിലിൽ ചില സൗകര്യങ്ങൾ കിട്ടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്, ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിശദമായി നോക്കാം. അറസ്റ്റിലായ 26 പ്രതികൾക്ക് പൂജപ്പുര ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് നിലവിൽ ശക്തമാകുന്നത്. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്തുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അനുവദിക്കാമെന്നാണ് പോലീസ് ഈ ജയിലിലെ ചട്ടം. പക്ഷേ ഇത് ലംഘിച്ച് ദിവസേന പ്രതികളെ തേടി സന്ദർശകർ എത്തുന്നുവെന്നും ചട്ടലംഘനം കണ്ടുപിടിക്കാതിരിക്കാൻ സന്ദർശക രജിസ്റ്ററിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ല എന്നും ആക്ഷേപം ശക്തമാവുകയാണ്. എല്ലാ പ്രതികളെയും ജയിലിൽ വിശാലമായ സെല്ലിൽ ഒന്നിച്ചു പാർപ്പിച്ചിട്ടിരിക്കുകയാണ്. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ കേസിലെ പ്രതികളെ ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചത് വഴിവിട്ട നീക്കമാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഇടത് അനുകൂലിയായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ അവസരം ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ്. റിമാൻഡ് പ്രതികളെ മുഴുവൻ സമയം ലോക്കപ്പിൽ സൂക്ഷിക്കണമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറക്കണമെന്നുമാണ് വ്യവസ്ഥയെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കുന്നില്ല എന്ന ആരോപണവും കൂടി ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. ഇടയ്ക്കിടെ സെല്ലിന് പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ക്രമീകരണമെന്നും മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കാനും ജീവനക്കാരുടെ സഹായം കിട്ടുന്നു എന്നതടക്കമുള്ള ഒരു ആരോപണം, ഒരു റിപ്പോർട്ടാണ് ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും എന്താണ് വസ്തുത എന്നതൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ആക്ഷേപം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അതേസമയം സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചിരിക്കുകയാണ്. അതായത് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ലാത്തി ചാർജ് നടത്തിയില്ല എന്നതടക്കമുള്ള ചോദ്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് സിറ്റി പോലീസ് കമ്മീഷണർ പോലീസുകാരെ വിമർശിച്ചിരിക്കുന്ന റിപ്പോർട്ടിലേക്ക് വിശദമായി നമുക്ക് പോകാം. ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തടഞ്ഞില്ല എന്നാണ് കമ്മീഷണറുടെ കുറ്റപ്പെടുത്തൽ. വാഹനങ്ങൾക്ക് നേരെ മുട്ടയേറുണ്ടായി, അടിച്ചു തകർത്തു, ചില്ല് തകർത്തു. പ്രവർത്തകരെ വേണ്ട രീതിയിൽ പോലീസ് തടഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ലാത്തി ചാർജ് നടത്തിയില്ല എന്ന ചോദ്യവും കമ്മീഷണർ ഉന്നയിച്ചു. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പോലീസുകാരെ കമ്മീഷണർ ശാസിച്ചത്. ന്യായമായ ചോദ്യം. അത് കണ്ടു നിന്നവർ വരെ ചോദിച്ചു. സാധാരണ രീതിയിൽ ഒരു പ്രതിഷേധവുമായി വരുന്നവരെ വരെ വളഞ്ഞിട്ടടിക്കുന്ന, ലാത്തി കൊണ്ട് അടിക്കുന്ന പോലീസാണ്. ഇത്ര വലിയ അതിക്രമം നടന്നിട്ടും എന്തുകൊണ്ട് ലാത്തി ചാർജ് പോലും അവിടെ പ്രയോഗിച്ചില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും കമ്മീഷണറും അതേ ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കമ്മീഷണറുടെ വിമർശനം. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കിട്ടിയില്ല എന്ന് പോലീസുകാർ മറുപടി നൽകി. ആക്രമണം തടയുന്നതിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണവും ശക്തമായി. ഇതിനിടെയാണ് ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥൻ ശാസിച്ചത്. അതിനിടെ കേസിലെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മ്യൂസിയം SHO R പ്രശാന്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. തുടരന്വേഷണ ചുമതല മുതിർന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം. തനിക്കെതിരെ നടക്കുന്നത് കേരള പോലീസിന്റെ താൽപര്യത്തിന് കളങ്കം ചാർത്തുന്ന വ്യാജ പ്രചാരണങ്ങളാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിയത് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണമാണ്. അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. മ്യൂസിയം SHO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് പ്രശാന്തിന്റെ ആവശ്യം. മാതാപിതാക്കളുടെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷണറോട് SHO സ്ഥലമാറ്റം ആവശ്യപ്പെട്ടത്. അതേസമയം തൽക്കാലം ചുമതലകളിൽ തുടരാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. അതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 മുതൽ 10 വരെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് നടപടി. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിമർശനം ഉയർന്നിരിക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ മെയ് 27-നായിരുന്നു EDയുടെ മിന്നൽ പരിശോധന നടന്നത്. ആ പരിശോധനയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴായിരുന്നു പ്രവർത്തകർ EDയുടെ വാഹനം തല്ലി തകർത്തത്. ഈ
സംഭവമൊക്കെ നമുക്ക് അറിയാവുന്ന പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. അത് മാത്രമല്ല ചോദ്യാവലിയും ആക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് ഈ ചോദ്യങ്ങൾക്കൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വീണയുടെ പക്കൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വീണ ടി ഉത്തരം പറയേണ്ടി വരും എന്നത് തന്നെയാണ് വ്യക്തം. CMRL നിന്ന് കിട്ടിയ 2 കോടി വിനിയോഗിച്ചത് എങ്ങനെ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പണം എന്തിന് തന്നു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കങ്ങൾ നടത്തുകയാണ്. അവർ നൽകിയ മൊഴി, ഇപ്പോൾ നൽകുന്ന മൊഴി വൈരുദ്ധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ED പരിശോധിക്കും. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് വീണ ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജി കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന SFIO കണ്ടെത്തൽ വീണയ്ക്ക് വലിയ രീതിയിൽ കുരുക്കാകുമെന്ന നിഗമനവും കൂടി നിലവിൽ ഉണ്ട്. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടുക എന്ന നീക്കവും കൂടി ശക്തമാകുന്നുണ്ട്. മാത്രമല്ല വീണ ടിക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിരിക്കുകയാണ്. എല്ലാവരും കൂട്ടത്തോടെ EDക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരും. ഇവരെയും വിശദമായി ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ CMRL എക്സാലോജി കേസിൽ ഇത് ആദ്യമായിട്ടാണ് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത്. നേരത്തെ വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും അടക്കം വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകൾ കിട്ടിയെന്നും വിശദമായ പരിശോധന നടത്തുകയാണെന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. കേസിൽ EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്വീകരിച്ചത്. CMRL എക്സാലോജി കരാറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുന്നതിന് നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവുമാകാമെന്നും ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. സമൻസ് അനുസരിച്ച് വെള്ളിയാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. വെള്ളിയാഴ്ച വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. എന്തായാലും വീണയുടെയും അതുപോലെ തന്നെ റിയാസിന്റെയും അതുപോലെ തന്നെ വാടക വീടുകളിലും അടക്കം നടന്ന ഒരു വ്യാപക റെയ്ഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുക എന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ വീണ ഹാജരാകുമോ എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ എന്താകും അടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം എന്ന ചോദ്യവും ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്കാകുമോ? സമൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വീണ അഭിമുഖീകരിക്കേണ്ടത് എന്നതടക്കമുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുകയാണ്. വീട്ടിലെ റെയ്ഡിൽ തന്നോടൊന്നും ചോദിച്ചില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല പിണറായി ഈ റെയ്ഡിനൊടുവിൽ എല്ലാവരും ഒരുമിച്ചിറങ്ങുകയല്ല എന്ന മട്ടിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. എന്തിനാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മകളെ പ്രതിരോധിക്കാൻ പാർട്ടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഉണ്ടായി. നേതാക്കന്മാരിൽ നിന്നും CPM പ്രവർത്തകരിൽ നിന്നും ഒക്കെ നേതാക്കന്മാർ പ്രതികരിക്കുകയുണ്ടായി. ഇതൊരു അതായത് രാഷ്ട്രീയ നീക്കമാണ് എന്നതടക്കമുള്ള ഒരു പ്രതിരോധം തന്നെയാണ് CPM ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് MD പ്രതികരിച്ചത് നോക്കാം. മാസപ്പടി കേസിൽ ഈ വീണയ്ക്ക് സമൻസ് അയച്ചതിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് ബ്രിട്ടാസ്.
വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. SFIയോട് അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMRൽ നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ വാദം. ആ പണം രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. അദാനിയെ കൊണ്ടുവന്നത് CPIM ആണെന്ന ആരോപണത്തിലും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ യോഗത്തിൽ സംസാരിച്ച് തെറ്റായ വിവരങ്ങൾ മുൻനിർത്തിയാണ്. അദാനിയെ കേരളത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് കാലത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അദാനിയെ കൊണ്ടുവന്നത് CPIM ആണോ എന്നും ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്താണെന്ന് നോക്കാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക് ED സമൻസ് അയച്ചതിനെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് KK ശൈലജയുടെ പ്രതികരണം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം KK ശൈലജ നടത്തിയത്. സമൻസ് വരട്ടെ, അതിന്റെ രേഖകളൊക്കെ അവർ ഹാജരാക്കും. ഇത് കാര്യമല്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അന്വേഷണം തെറ്റായി പോയി എന്ന് അന്വേഷണ ഏജൻസി പറയണം. കേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി തൃണമൂലിലുണ്ടായിരുന്ന കാലത്ത് ED പിന്തുടർന്നിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി. അദ്ദേഹം വേഗം കൂറുമാറി BJPയിൽ വന്നപ്പോൾ EDയും ഇല്ല, കേന്ദ്ര ഏജൻസികളും ഇല്ല. ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നത്. കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ K രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും KK ശൈലജ പ്രതികരിച്ചു. അതേസമയം EDയുടെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നും CMRന് യഥാർത്ഥ സേവനം നൽകിയത് പിണറായി ആണെന്നും മാത്യു കുഴൽനാടൻ MLA. ഒരു സേവനവും നൽകാതെ CMRൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് പണം വാങ്ങി എന്നതിൽ തർക്കമില്ല എന്ന് വ്യക്തമായതായും അദ്ദേഹം പ്രതികരിച്ചു. CMRൽ എക്സാലോജി കേസിൽ വീണയ്ക്ക് ED സമൻസ് അയച്ചതിന് പിന്നാലെയായിരുന്നു മാത്യു കുഴൽനാടൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയതെന്നും എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ വീണയ്ക്ക് നൽകിയത്, ആർക്ക് വേണ്ടിയാണ് വീണയ്ക്ക് പണം കൊടുത്തതെന്ന് അറിയണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നും BJP നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് കൈമാറിയിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും ഷോൺ ജോൺ പ്രതികരിച്ചു. വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് NN കൃഷ്ണദാസും വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ED നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എക്സാലോജിക് ഇടപാടിൽ SFIO രേഖകൾ EDക്ക് കൈമാറുന്നത് തടയാൻ CMR ഡൽഹി കോടതിയെ സമീപിച്ചേക്കും. അന്വേഷണത്തിൽ തൽസ്ഥിതി തുടരണമെന്ന ഉത്തരവ് ലംഘിച്ചെന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.